ഇല്ലയോ ഗോൾഡൻ വിസയോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അത് ഫേക്ക് ന്യൂസ് ആണ്. അതേപോലെ തന്നെ കുറെ വിമർശനങ്ങൾക്ക് അനീഷേട്ട ഉത്തരം പറയുന്നില്ല. PR-ന്റെ പേരിലുള്ള വിമർശനങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അനീഷേട്ടന് PR ഉണ്ട്, അതാണ് ഏറ്റവും വലിയ PR അനീഷേട്ടനാണ് എന്നൊക്കെ പറയുന്നത്. അതിന് ശരിക്കും അതിന്റെ സത്യാവസ്ഥ എന്താണ്? എനിക്ക് ഒരു തരത്തിലുള്ള PR-ഉം ഇല്ല. ഞാൻ പോകുമ്പോൾ, അതായത് നമ്മുടെ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഞാൻ ഒരാൾക്കും കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫോൺ അവിടെ വയ്ക്കുന്നു, ഹൗസിനുള്ളിലേക്ക് കയറുന്നു. പിന്നീട് എൻ്റെ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ സ്നേഹിച്ചു. ആ ആളുകളുടെ സ്നേഹം കിട്ടി. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. നമുക്ക് എന്താ പറയുക, ബിഗ് ബോസിൽ നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവം കണ്ടിട്ടോ കുറേ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ സ്നേഹം കിട്ടി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നന്ദി മാത്രമേ ഉള്ളൂ. ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാണ്ടിരിക്കുന്നത്? സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തണ്ടേ എന്നുള്ളൊരു ബോധ്യമില്ലേ? ഒരുപാട് വിമർശനങ്ങൾ, ഒരു തരത്തിലും കഴമ്പില്ലാത്ത വിമർശനങ്ങൾ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും. നമ്മൾ പ്രതികരിക്കേണ്ടതിന് പ്രതികരിച്ചിട്ടുണ്ട്. അല്ലാതെ എല്ലാ കാര്യത്തിനും വെറുതെ പ്രതികരിച്ചിട്ട് അതിങ്ങനെ എന്തിനാ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതികരിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രതികരണം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി ഉണ്ടാവുക. ആവശ്യമില്ലാത്ത കഴമ്പില്ലാത്ത കാര്യങ്ങളിൽ ഏറ്റുപിടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പം അനീഷേട്ടന് ഇപ്പം എയർപോർട്ടിലടക്കം ആരെങ്കിലും ഏതെങ്കിലും കോൺടെസ്റ്റിനെ കുറിച്ച് ചോദിച്ചാലോ അനീഷേട്ടൻ ഒന്നും സംസാരിക്കാറില്ല. ഈവൻ ഞാൻ മൂലം ഒരു പ്രശ്നം മറ്റുള്ളവർക്ക് ഉണ്ടാവരുത് എന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്താണോ അങ്ങനെ ആരെക്കുറിച്ചും പ്രതികരിക്കേണ്ട എന്നുള്ള ഒരു ഫീല് വന്നത്? ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ട്, അല്ലെങ്കിൽ അവരായിട്ട് സൗഹൃദമാണ്. എനിക്ക് ആരുമായിട്ടും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഞാൻ അവരെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത്? എല്ലാവരുമായിട്ടും നല്ല രീതിയിലുള്ള സൗഹൃദമായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ബിഗ് ബോസിന് ശേഷം ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ ഷാനവാസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാളെ ഇങ്ങനെ എടുത്തൊന്നും പറയുന്നില്ല, ഇന്ന ആൾ വിളിച്ചു എന്നൊന്നും പറയുന്നില്ല. നമ്മളുടെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാത്രം സൗഹൃദങ്ങളാണ്. അത് എല്ലാ കാര്യങ്ങളും നമുക്ക് മീഡിയയോട് പറയാനോ അങ്ങനെ പറ്റില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഹൃദയത്തിൽ വെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്ഷിപ്പും എന്ന് പറയുന്നത് വളരെ 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 ക്ലോസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിങ്ങനെ മീഡിയയ്ക്ക് മുന്നിൽ എക്സ്പോസ് ചെയ്യാനായിട്ട് ഞാൻ താങ്ക് യു സോ മച്ച്. ലക്ഷ്മി, ഈ അനീഷേട്ടന്റെ സ്വീകരണം കാണുമ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷം. കൂടുള്ള ഒരാളുടെ ആദ്യം ഒരു കൈ തരട്ടെ. ഇവിടെ വന്നതിന് ഒരുപാട് താങ്ക്സ്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഇവിടം വരെ എത്തിയിരിക്കണം. ആ ഒരു ഉയർച്ച എങ്ങനെ കാണുന്നു? നല്ല സന്തോഷം. ഇപ്പൊ സാധാരണക്കാരനല്ലോ, സെലിബ്രിറ്റി ആയില്ലേ, ഇനിയിപ്പോ സാധാരണക്കാരെന്ന് പറയണ്ട. ഒരു സെക്കൻഡ് പൊസിഷനിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും 100 ഡേയ്സ് നിന്ന് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഡിസേർവിംഗ് കാൻഡിഡേറ്റ്. അല്ല, നിങ്ങൾക്ക് ലക്ഷ്മിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. അനീഷേട്ടാ, ബിഗ് ബോസ് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇന്നത്തെ ഈ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ എന്താണ് ഇനിയിപ്പോൾ അടുത്ത ഭാവി പ്ലാനൊക്കെ? അത് ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഈ അനീഷേട്ടൻ എന്താണ് കോടന്നൂർ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ജനസാഗരമായിരുന്നു അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതുവരെ കാണാതെ ഇപ്പോൾ സീസണിൽ ഏറ്റവും കൂടുതൽ സ്വീകരണം കിട്ടിയിട്ടുള്ളതിൽ ക്രൗഡ് വന്നിട്ടുള്ള അനീഷേട്ടനാണ്. പക്ഷേ അന്ന് കുറേ വാക്കുകൾ മറ്റേ ബിഗ് ബോസിലെ ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു പരിഹാസ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെങ്ങനെ അതിൽ പലരും സ്നേഹിക്കുന്ന പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ആ ഡയലോഗ് തിരിച്ച് പറയരുത്, അങ്ങനെ പറയുന്നത് ഒരു പരിഹാസ രൂപത്തിൽ പോകും. അനീഷിനോട് സ്നേഹിക്കുന്നവരാണ് പറഞ്ഞിട്ടില്ല, കമന്റ് രൂപത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നേഹിക്കുന്ന ആളുകളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഹൃദയത്തിലെടുക്കും. അപ്പം ഇനി മുന്നോട്ട് ആ രീതിയിലുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നമുക്ക്
ഈ നിമിഷം വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് 100% ഒരു കാരണവശാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. മനസ്സിലായോ? അപ്പോൾ അത് കാരണം എനിക്ക് കുറച്ച് പ്ലാൻസും അതുപോലെ തന്നെ പദ്ധതികളൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള കറക്റ്റ് ടൈമിൽ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. അല്ല, ഈ ഇതിൽ പരിഹാസമൊക്കെ വരുമ്പോൾ പേഴ്സണലി എന്തോ തോന്നുന്നത് ഒരു എന്താണ് ഫീലിംഗ് എന്താണ് മൊമെന്റിൽ? അതായത് പേഴ്സണലി ഹേർട്ട് ആവാറുണ്ടോ? നെഗറ്റീവ് കമന്റ്സോ ഇതൊന്നും അങ്ങനത്തെ നമ്മൾ നോക്കാറില്ലല്ലേ. അതൊക്കെ ആരും നോക്കുന്നു? അത് ആൾക്കാരുടെ അഭിപ്രായമല്ലേ, കുറച്ച് പേരുടെ അഭിപ്രായം. അല്ല, പ്രീവിയസ് കണ്ടസ്റ്റന്റ് ആയ റോബിനായിട്ടാണ് താരതമ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം ആ രീതിയിലൊക്കെ ഉള്ള നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോൾ അതിന് ഓവറായിട്ട് അത് ഹൃദയത്തിൽ എടുത്ത് ഡിപ്രസ്ഡ് ആവുന്ന ഒരാളെ അല്ല ഞാൻ. കുറച്ച് ആ കാര്യത്തിൽ കുറച്ച് കമ്പോസ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോഴേക്കും അങ്ങനെ വാടി തളർന്നു പോകുന്ന ഒരാൾ അല്ല അത്. എന്നാൽ പോസിറ്റീവ് കമൻറ്റ്സ് വരുമ്പോഴും അമിതമായിട്ട് സന്തോഷിച്ച് അങ്ങനത്തെ ഒരാളുമല്ല. ഒരു എന്താ പറയുക, ഒരു സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങനെ ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. സംടൈംസ് സ്ട്രോങ് ആണ്, സംടൈംസ് സ്ട്രോങ് അല്ല. എന്നാലും രണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നലെ നൂറുടെ ബർത്ത്ഡേ ആയിരുന്നു. വിശേഷം എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടായിരുന്നു? കോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ പറയട്ടെ, സൗഹൃദം എന്ന് പറയുന്നത് വളരെ പേഴ്സണലായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പേഴ്സണലായിട്ട് വെക്കാനാണ് എനിക്കിഷ്ടം. എല്ലാവരായിട്ടും സൗഹൃദമുണ്ട്, എല്ലാവരായിട്ടും കോണ്ടാക്റ്റ് ഉണ്ട്, എല്ലാവരായിട്ടും കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രീവിയസ് എപ്പിസോഡൊക്കെ കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേവരെ ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ തോന്നും കാണണമെന്ന്, ചിലപ്പോൾ തോന്നും കാണണ്ടെന്ന്. അങ്ങനെ ഒരു മിക്സഡ് ഇമോഷൻസ് ആണ്. എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പ്ലേസ്, ആ ഒരു ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരുന്നു. ഓരോ നിമിഷവും ഞാൻ അവിടെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കുക തന്നെയായിരുന്നു. എനിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു എൻ്റെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ. ദിവസങ്ങൾ കഴിയരുത് ദിവസം ആ ഒരു കാലത്തെ എണീക്കുമ്പോൾ രാത്രി ആവരുത് എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം സാധാരണക്കാരുടെ കോമൻസ് നമ്മൾ കണ്ടിട്ടു, അല്ലാതെ ഏതെങ്കിലും സെലിബ്രിറ്റീസ് അനീഷേട്ടനെ ഞെട്ടിച്ചുകൊണ്ടുള്ള കോമൻസ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എല്ലാമൊന്നും ഞാൻ കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാണുകയാണെങ്കിൽ അത് പറയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനത് എല്ലാ മെസ്സേജുകളും ഞാൻ കണ്ടിട്ടില്ല. സ്നേഹം എന്ന് പറയുന്നത് ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മഹാഭാഗ്യം. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കിട്ടിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും അതിന് ഒരു ആൻസർ ഇല്ല. ഒരു മഹാഭാഗ്യം, അത്രേ ഉള്ളൂ. ആളുകളുടെ ഇഷ്ടം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചില്ലറക്കാരില്ല. എന്തോ ഒരു മുജ്ജന്മ സുഹൃതം കൊണ്ട് എനിക്കത് കിട്ടി. അതിന് തീർച്ചയായിട്ടും ജനങ്ങളോട്, വോട്ട് ചെയ്തവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എത്ര പറഞ്ഞാലും ജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടും, വോട്ട് ചെയ്തവരോടുള്ള നന്ദിയും കടപ്പാടും ഒരു കാലത്തും എന്നിൽ നിന്ന് പോവില്ല. അത്രമാത്രമാണ് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. മറ്റ് കണ്ടസ്റ്റന്റ് അപേക്ഷിച്ച് നോക്കുമ്പോൾ അനീഷേട്ടൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? അത് ഞാൻ പറയാം. കാരണം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചൊരു ടൈം വേണം എല്ലാം ഒന്ന് സിങ്കായിട്ട് വരാൻ. ആ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആളും ആക്റ്റീവ് ആയിക്കോളും. ഇറങ്ങി കുറച്ച് നാൾ മുന്നേ ഇറങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ എനിക്കത് പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആൻസർ ചെയ്ത. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇത്രയും ചാനലുകൾ വരിക, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമാണ്. ഞാൻ ബിഗ് ബോസിന് മുന്നേ പുറത്തിറങ്ങുമ്പോൾ ഒരു സാധാരണക്കാരൻ തൃശ്ശൂരിൻ്റെയും അതുപോലെ എൻ്റെ നാട് കോടന്നൂരിൻ്റെയും ഒക്കെ റൂട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു, അല്ലെങ്കിൽ ബൈക്കിലൂടെ പോകുന്നു, ഒരാളും തിരിച്ചറിയപ്പെടുകയോ അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഞാൻ പോകുമ്പോൾ ഒരുപാട് ചാനലുകൾ വരുന്നു. അപ്പോൾ ഇതെനിക്കൊരു പുതിയൊരു കാര്യമാണ്. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കുറച്ചൊരു സമയം വേണം.